ഫസ്റ്റത്തെ മാച്ച് നടന്നത് ബെക്കി ലഞ്ച് വേഴ്സസ് ലിവ് മോർഗൻ ആയിരുന്നു. മാച്ചിൻ്റെ ഇടയിൽ ഡൊമിനിക് മിസ്റ്റീരിയോ വന്ന് ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊമിനിക് ഇൻ്റർഫിയർ ചെയ്തത് ലിവ് മോർഗനെതിരാണെങ്കിലും മാച്ച് തോറ്റത് ബെക്കി ലഞ്ചാണ്. അത് എന്തായാലും നമ്മുടെ റിയ റിപ്ലി തിരിച്ചു വരുമ്പോൾ ഡൊമിനിക്കും റിയ റിപ്ലിയും തമ്മിലുള്ളൊരു പ്രോബ്ലത്തിലേക്ക് ചിലപ്പോൾ അത് പോയേക്കാം. ചിലപ്പോൾ അത് വേറൊരു സ്റ്റോറിയിലേക്ക് ലിവ് മോർഗൻ ഡൊമിനിക്കിനെ റിയയുടെ പകരം ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്ന റോല് തന്നെ കണ്ടറിയേണ്ടി വരും. രണ്ടാമത് നടന്ന മാച്ച് നയ ജാക്സ് വേഴ്സസ് ലൈറ വാൽക്കറിയാണ്. അടിപൊളി മാച്ചായിരുന്നു. നയ ജാക്സ് തിരിച്ചു വന്നതോടുകൂടി റിംഗ് വർക്കൊക്കെ ആകെ മാറിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മാച്ചായിരുന്നു. അവസാനം ഒരു ആനിഹിലേറ്റർ കൊണ്ട് നയ ജാക്സ് വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പുതിയ ക്യൂൻ ഓഫ് ദ റിംഗ് ആയി മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്താണെന്ന് അറിയില്ല. കൂടുതലും ബെയ്ലി ആയിട്ട് ഫേസ് ചെയ്യാനാണ് ഇനി ചാൻസ്. ബെയ്ലി വേഴ്സസ് നയ ജാക്സ് സമ്മർ സ്ലാമിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ മൂന്നാമത് നടന്ന മാച്ച് ട്രിപ്പിൾ ത്രെഡ് ആയിരുന്നു ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്. സാമി സൈൻ വേഴ്സസ് ചാഡ് ഗേബിൾ വേഴ്സസ് ബ്രോൺസൺ റീഡ്. അടിപൊളി മാച്ചായിരുന്നു. ഇത് കണ്ടില്ലെങ്കിൽ എന്തായാലും കാണേണ്ട മാച്ചാണ്. ഓരോ മൂവ്സും അടിപൊളിയായിരുന്നു. ഒരു സെക്കൻഡ് പോലും വെറുതെ ഒരു റിങ്ങിലെന്നുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മാച്ചിൻ്റെ എന്തെങ്കിലും മൂവ്സ് ഇട്ടുണ്ടായിരുന്നു. അടിപൊളി മാച്ചായിരുന്നു. ഇതിൽ മെയിൻ സ്റ്റോറി വന്നത് ഓട്ടിസ് വേഴ്സസ് നമ്മുടെ ചാഡ് ഗേബിളിൻ്റെയാണ്. ചാഡ് ഗേബിൾ ഓട്ടിസിനെ ഒരുപാട് ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത് സാമി സൈൻ അറ്റാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഓട്ടിസ് ചാഡ് ഗേബിൾ കേട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമെങ്കിലും അത് തെറ്റി ഓട്ടിസിൻ്റെ മേൽ തന്നെ അറ്റാക്ക് ആവുന്നു. അത് കാരണം കൊണ്ട് തന്നെ സാമി സൈൻ ജയിക്കുകയാണ് ഉണ്ടാവുക. സോ അവർ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. ശരിക്കും കണ്ടറിയേണ്ടി വരും. നമ്മുടെ നാലാമത്തെ മാച്ച് കിങ് ഓഫ് ദ റിംഗ് ആയിരുന്നു. റാൻഡി ഓർട്ടൺ വേഴ്സസ് ഗന്തർ. അടിപൊളി മാച്ചായിരുന്നു. നമ്മുടെ റാൻഡി ഓർട്ടൻ്റെ ഫിൻഡിനെ റസൽമേനിയയിൽ ഫൈറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫസ്റ്റത്തെ സിംഗിൾസ് മാച്ചാണ് പേപ്പർ വ്യൂവിൽ. അതുകൊണ്ട് അടിപൊളി മാച്ചായിരുന്നു. ഗന്തർ എപ്പോഴത്തെ പോലെ തന്നെ ഈ മാച്ചിലും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഫിനിഷിലാണ് കുറച്ച് കോൺട്രവേഴ്സി. കാരണം റാൻഡി ഓർട്ടൻ്റെ ഷോൾഡർ മാറ്റിന് മുകളിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ആൾ നിലത്തായിരുന്നില്ല ആളുടെ ഷോൾഡർ. അതുകൊണ്ട് ഇനിയിത് എങ്ങനെയാണ് സ്റ്റോറി പ്രോഗ്രസ് ചെയ്യാമെന്നറിയില്ല. വി നീഡ് ടു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ യുനോ. മെയിൻ ഇവൻറ്റ് ലോഗൻ പോൾ വേഴ്സസ് കോഡി റോഡ്സ് ആയിരുന്നു. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് അടിപൊളി മാച്ചായിരുന്നു ഇതും. ഇന്നത്തെ പേപ്പർ വ്യൂ മൊത്തം ഒരു നല്ല അടിപൊളി റിംഗ് വർക്ക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്നൊരു മാച്ച് തന്നെയായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ലോഗൻ പോളിൻ്റെ വർക്ക് തന്നെയാണ്. ആൾ ഒരുപാട് അത്ലറ്റിക്കായിട്ട് റിങ്ങിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു മുൻനിള റെസ്ലറിൻ്റെ പോലെ തന്നെ ഭയങ്കര അത്ലറ്റിക്കായിട്ട് റിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ലോഗൻ തന്നെയാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഹൈലൈറ്റും, ഹൈലൈറ്റ് ഓഫ് ദ നൈറ്റ്. കോഡി റോഡ്സ് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഫിനിഷ് ഒരുമാതിരി ഫിനിഷ് തന്നെയായിരുന്നു. ഒരു അറബിക് ഗായാണ്, സാധാരണ ഒരു അറബിക് കോമഡി ആക്ടർ ആണ് നമ്മുടെ കോഡിനെ ഹെൽപ്പ് ചെയ്യുക ലോഗൻ ബ്രാസ് നെക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ. അതിന് പകരം ശരിക്കും നമ്മുടെ LA നൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായാനെ. അവർ തമ്മിലൊരു ഫ്യൂഡ് ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. അതുണ്ടാവായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പക്ഷേ അതുണ്ടായില്ല. അതിനിപ്പോൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും സമ്മർ സ്ലാമിൽ ലോഗൻ പോൾ വേഴ്സസ് LA നൈറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് എൻ്റെ ആഗ്രഹം. ഇന്നത്തെ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമൻറ്റ് ചെയ്യുക. ഏതായാലും എനിക്ക് അടിപൊളി പേപ്പർ ആയിട്ട് തോന്നിയ ഒരു 10ൽ ഒരു 8 പോയിൻ്റ് ഞാൻ ഈ പേപ്പർ കൊടുക്കുന്നു.